ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സ്ഥിതിയെ ദൈവം മാറ്റും. നിങ്ങൾ സന്തോഷിക്കും. യാക്കോബ് സന്തോഷിച്ച പോലെ നിങ്ങളും സന്തോഷിക്കും. ഈ സന്തോഷത്തിന്, ഈ ആനന്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ എടുത്തുകൊണ്ടു പോകാൻ പറ്റുന്ന ആനന്ദമല്ല ഇത് ദൈവം തരുന്ന ആനന്ദമാണ്. കണ്ണുകളും അടച്ച് കേൾക്കാൻ പോകുന്ന ദൈവവചനത്തിലൂടെ ദൈവശക്തി അനുഭവിക്കാൻ എനിക്കിടയാകണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിയണമേ. എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ എനിക്കൊരനുഗ്രഹത്തെ ഒരുക്കി തരണമേ എന്ന് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ നിന്നുയരുന്ന ഓരോ പ്രാർത്ഥനയും സ്വർഗത്തിലെ ദൈവം സ്വീകരിക്കുന്ന സമയമായി ഇത് മാറുന്നുണ്ട്. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകതയോടെ ഇരിക്കും. എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം എന്നും അവിടെ ഉണ്ടായിരിക്കും. ഏതു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹമുള്ള ഒരു സ്ഥലത്ത്, ദൈവത്തിൻ്റെ മഹാകരുണ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത്, ദൈവത്തിൻ്റെ ഹൃദയമുള്ള ഒരു സ്ഥലത്ത്, ദൈവത്തിൻ്റെ കണ്ണും കാതും തുറന്നിരിക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വച്ച്, ജീവിതത്തിൽ പല സഹനങ്ങളിലൂടെയും കടന്നു പോകുന്നവരുണ്ട്. ഇവിടെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ഞാൻ ഈ പറയുന്ന ഒരു വാക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് സൂക്ഷിക്കണം. ഇന്ന് നാം അനുഭവിക്കുന്ന സഹനങ്ങൾ, ഇന്ന് നാം അനുഭവിക്കുന്ന സങ്കടങ്ങൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ദൈവം ഒരുക്കുന്നതാണെങ്കിലോ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സഹനങ്ങൾ, മനോദുഃഖങ്ങൾ, ടെൻഷൻ, ഒത്തിരി ആകുലതകൾ, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങൾ, പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ നല്ല ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ദൈവം ഒരുക്കുന്നതാണെങ്കിലോ, എന്നല്ല, ദൈവം ഒരുക്കുന്നതാണ്. വിശ്വസിക്കുന്നു. എന്നോടൊരിക്കൽ നല്ല ആത്മീയമായി നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, ജീവിതത്തിൽ സഹനം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ സഹനത്തിലൂടെ എനിക്ക് ഒരു നല്ല കൃപ ലഭിക്കാൻ അത് കാരണമാക്കണമേ. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ നോക്കി ശപിക്കാതെ, അതിനെ നോക്കി തെറി പറയാതെ, അതിനെ നോക്കി പ്രാകാതെ അപ്പോഴേ ഇപ്പുറത്തുനിന്ന് പറയുവാണ്, എനിക്കതൊരു അനുഗ്രഹമാക്കി മാറ്റിത്തരണമേ, എൻ്റെ കുടുംബത്തിൽ അത് വിടുതലിന് കാരണമാക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങനെയുള്ള സങ്കടങ്ങൾ ഒരു പുതിയ അനുഗ്രഹം ലഭിക്കാൻ, ഒരു പുതിയ കൃപ ലഭിക്കാൻ എനിക്കത് കാരണമാകണമേ. കണ്ണുകളൊക്കെ നടച്ച് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത്, ക്രൂശിന്മേൽ കാണുന്നു ആരിത പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. കാണുന്ന പ്രാണനാഥൻ
പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. എല്ലാ സഹനങ്ങളും എല്ലാ വേദനകളും അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളും അനുഭവിക്കുന്ന ഓരോ മനപ്രയാസങ്ങളും വീട്ടിലുള്ള ചിലരെക്കുറിച്ച്, വീട്ടിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച്, പല കാര്യങ്ങളിലും നിരാശ അനുഭവിക്കുന്നവർ എല്ലാവരും ഇത് അർത്ഥമറിഞ്ഞൊന്ന് പാടുമോ? ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ എൻ്റെ എല്ലാ സഹനങ്ങളെയും വേദനകളെയും ആ കുരിശിനോട് ചേർത്ത് വെച്ച് പാടുവാണ്. പറഞ്ഞേ, ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഇത്ര നാൾ ഈ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ. ദൈവമേ, നീ ഇനി ഓർക്കല്ലേ. നമ്മുടെ എല്ലാ പാപങ്ങളെ ഓർത്തൊന്ന് പശ്ചാത്തപിച്ച് ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ ഒരു നിമിഷം അനുതപിക്കുന്നു. ഞങ്ങൾ പാപികളാണെന്ന്, കുറവുള്ള മനുഷ്യരാണെന്ന്, അഴുക്കുപറ്റിയ ശരീരങ്ങളാണെന്ന്, അഴുക്കുപറ്റിയ മനസ്സുള്ളവരാണെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിക്കുന്നു. അനുതപിച്ചേറ്റു പറഞ്ഞ് ഒന്ന് പാടുകയാണ്. സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. അർത്ഥം അറിഞ്ഞ് പാടണം. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ. ദൈവമേ ഓർക്കല്ലേ. പറഞ്ഞു, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ഡിസിഷനാണ്. ഒരു തീരുമാനത്തോടെ പ്രാർത്ഥിച്ചേ, കർത്താവേ, എന്നെയും എൻ്റെ ശരീരത്തെ മനസ്സിനെ ഞാൻ അങ്ങേയ്ക്കായി പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പാടുകയാണ്. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാടുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ മനസ്സിൽ പ്രയാസമുള്ളവരാണോ? മനോദുഃഖം അനുഭവിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് അടുത്ത ലൈൻ പാടുന്നത്. അടുത്ത 2 വരികൾ നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ്. മനസ്സ് തളർന്നവരും മനസ്സ് വേദനിക്കുന്നവരും ഇവിടെ ഉണ്ടാകാം. ഇങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ട് ഇവിടെ ആരും ഇരിക്കരുത്. ഞാൻ ഒരു നാളും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എത്രയായാലും എനിക്കിനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് മാത്രം ചിന്തിക്കരുത്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ വരത്തില്ലായിരുന്നു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്.
ദൈവം വിളിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നത്. ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇവിടെ വന്നത്. ചുമ്മാ ആരെയും തെരഞ്ഞെടുക്കില്ല, ഇഷ്ടപ്പെട്ടതിനെ തെരഞ്ഞെടുക്കത്തുള്ളൂ. എത്ര എണ്ണത്തെ നിരത്തി വച്ചാലും തെരഞ്ഞെടുത്തത് സത്യമാണോ? ഇഷ്ടപ്പെട്ടതിനെ ദൈവം തെരഞ്ഞെടുക്കത്തുള്ളൂ. മനുഷ്യനായാലും അങ്ങനെയാ. ദൈവം എന്നെ വിവിധ ദേശങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, നാനാ ദിക്കുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്നു, എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ദൈവം തെരഞ്ഞെടുത്തത്, ദൈവം എന്നെ മാറ്റി നിർത്തിയത് എങ്കിൽ വിശ്വസിച്ച് പറയുവാണ്, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് എല്ലാ സങ്കടങ്ങളെ ഓർത്ത് പറയുവാണ്, ശത്രുത വർദ്ധിച്ചാൽ, പീഡകൾ കൂടിയാൽ, ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. വേറൊന്നും ചെയ്യാൻ പോകത്തില്ല. ശത്രുത കൂടിയാൽ, പീഡകൾ വർദ്ധിച്ചാൽ, നമുക്കൊക്കെ ഇതുണ്ടാകും. ശത്രുതയും വിഷമങ്ങളും വർദ്ധിക്കുമ്പോൾ, പല പരീക്ഷണങ്ങളും വർദ്ധിക്കുമ്പോൾ, ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ചേർന്ന് പാടുവാണ്. ശത്രുത്വം വർദ്ധിച്ച, പീഡകൾ കൂടിയ, പാടുമോ? ശത്രുത്വം വർദ്ധിച്ച, പീഡകൾ കൂടിയ, ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. അർത്ഥം അറിഞ്ഞത് പാടണം. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും. ആ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി പറയുവാണ്, ശത്രുത്വം വർദ്ധിച്ചാൽ, പീഡകൾ വർദ്ധിച്ചാൽ, പ്രതിസന്ധികൾ വർദ്ധിച്ചാൽ ഞാൻ എന്തു ചെയ്യും? പീഡകൾ കൂടിയാൽ, ശത്രുത്വം വർദ്ധിച്ചാൽ, ക്രൂശിന്മേൽ കാണുന്ന ആ സ്നേഹത്തെ കുറച്ചു നേരം ഞാൻ ഓർക്കും. ശത്രുത്വം വർദ്ധിച്ച, പീഡകൾ കൂടിയ, പാടുമോ? ശത്രുത്വം വർദ്ധിച്ച, പീഡകൾ കൂടിയ, ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി അധരങ്ങളെ തുറന്ന് നല്ലൊരു വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും സംഭവിക്കണമേ. ഇതൊരുപാട് പേരുടെ ജീവിതത്തിന് പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്ന ഒരു പകലാക്കി മാറ്റണമേ. ഹല്ലേലൂയ. സ്നേഹത്തെ കരങ്ങളെ താഴ്ത്തി ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യ പ്രാണനാഥൻ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമുക്കിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് വന്ന് പ്രാർത്ഥിക്കുന്ന സകലരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന യാക്കോബായ സഭയിലെ ഹണി ജേക്കബ് അച്ഛനെയും ഞങ്ങൾ ഓർക്കുന്നു. അച്ഛൻ്റെ പള്ളിയും ശുശ്രൂഷകളെയും ഞങ്ങൾ ഏറ്റവും ബഹുമാനത്തോടു കൂടി ഓർക്കുകയും നന്ദി, അച്ഛൻ്റെ സാന്നിധ്യത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി പറയുകയുമാണ്. എല്ലാ മാസവും അച്ഛൻ ഇതുപോലെ ഒരാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു കുടുംബത്തിൽ ഒരുമിച്ച് കൂടുന്ന സ്നേഹത്തോടെയാണ് അച്ഛൻ വരുന്നത്, പ്രാർത്ഥിക്കുന്നത്.
അതിനാൽ തന്നെ ഒരു ഹൃദയബന്ധവും അടുപ്പവും ഉണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ ഒരു കാര്യം പറയുകയാണ്. നമ്മൾ ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ഒരു പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു 15 ദിവസത്തേക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി പേര് അത് കേട്ടിട്ടുണ്ടാവും. നമ്മളിങ്ങനെയാണ് അത് ഉദ്ദേശിച്ചത്. ഒരാളുടെ ഫോട്ടോയാണിത്, അവരെക്കുറിച്ചുള്ള ഒരു നിയോഗമാണിത്. അത് ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ അങ്ങനെ കിട്ടിയ ഓരോ പ്രാർത്ഥനകളും ഈ മധുബഹയിൽ, ഈ അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട. ഇത് ഡീറ്റെയിൽസ് വേറൊരാൾക്ക് കിട്ടുമോ, ബുദ്ധിമുട്ടുണ്ടാകുമോ? ഇതൊരിക്കലും ഇങ്ങനെ എഴുതിക്കൊണ്ടുവരുന്ന നിയോഗങ്ങൾ ഇവിടെയോ താഴെയുള്ള ബോക്സിലോ നിങ്ങൾ നിക്ഷേപിക്കരുത്. നിങ്ങളെ കൊണ്ടുവരുന്ന നിയോഗങ്ങൾ ഓഫീസിൽ തന്നെ ഏൽപ്പിക്കുക. ഓഫീസിൽ നിന്ന് ഞാൻ വ്യക്തിപരമായി അത് സ്വീകരിക്കുകയും അത് ഉത്തരവാദിത്വത്തോടെ തന്നെ ഞാനത് കൈകാര്യം ചെയ്യുകയും ചെയ്തുകൊള്ളാം. അല്ലാതെ ഇതെല്ലാവർക്കും കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ പ്രാർത്ഥനകളെ ഫോട്ടോയൊന്നും ആർക്കും ഒരു ദോഷം വരുന്ന വിധത്തിൽ ബുദ്ധിമുട്ടാകത്തില്ല. അത് വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്യുകയുള്ളൂ. അതിൻ്റെ ഒരു മോഡൽ ഇങ്ങനെയാണ്. ഒരു ഫോട്ടോ വയ്ക്കുന്നു, അവരെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ എഴുതി വച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ മതി, നിർബന്ധമുള്ളൊരു കാര്യമല്ല. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രചോദനം കിട്ടുന്നെങ്കിൽ പ്രാർത്ഥിക്കുക. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി 15 ദിവസം ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് വചനം പറയുമ്പം ഒരു കാര്യമാണ് തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ മുറ്റത്തിറങ്ങി നമ്മൾ ചിലപ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മഴമേഘങ്ങളിങ്ങനെ സഞ്ചരിക്കുന്നതായി കാണാം. ചിലപ്പോൾ അത് മഴമേഘങ്ങൾ അനങ്ങാതെ നിൽക്കും, സ്റ്റക്കായി നിൽക്കും, അത് ചലിക്കത്തില്ല. നല്ല കാറ്റ് വീശുമ്പം മഴമേഘങ്ങൾ മാറി മാറിപ്പോവും. അപ്പോൾ ചിലരൊക്കെ പറയാറില്ലേ, മഴ പെയ്യേണ്ടതായിരുന്നു, ആ മഴക്കാറ് കാറ്റ് വന്നങ്ങ് പോയി, കാറ്റ് ആ മഴക്കാറിനെ അങ്ങ് മാറ്റിക്കളഞ്ഞല്ലേ ഇന്നൊരു മഴ പെയ്തേനേയും. ഇതുപോലെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഒക്കെ കാറ്റ് വീശുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന പല മഴക്കാറുകളും, ഇരുണ്ട സങ്കടത്തിൻ്റെ മഴക്കാറുകൾ, അത് നോക്കി നിൽക്കുമ്പോൾ തന്നെ മാറി മാറി അങ്ങ് പോകും. വിശ്വസിക്കുന്നോ? ഒരുപാട് പേരുടെ സങ്കടങ്ങളെ ദൈവം മാറ്റിയ സ്ഥലത്താണ് നിങ്ങളും വന്നിരിക്കുന്നത്. അതിലൊത്തിരി സന്തോഷത്തോടെയാണ് ദൈവവചനം നിങ്ങളോട് പറയാൻ ഇവിടെ നിൽക്കുന്നതും. ഒരു സാക്ഷ്യം പറയുകയാണ്. നമ്മുടെ ഈ അൾത്താരയിലൊക്കെ എപ്പോഴുമുള്ള തങ്കച്ചൻ ബ്രദറിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ സാക്ഷ്യമാണ്. അവർക്ക് 3 മക്കളുണ്ട്. 3 മക്കളുണ്ട്. 4ാമതൊരു കുഞ്ഞിനെ കൂടി അവർക്ക് ആ വ്യക്തിയുടെ ഭാര്യ പ്രഗ്നൻ്റായി. 3-ാം മാസത്തെ ചെക്കപ്പിന് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കൊച്ചിൻ്റെ ഹാർട്ടിന് പ്രശ്നമുണ്ട്, ഈ കുഞ്ഞ് ജനിച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയാകും, അതുകൊണ്ട് അബോർഷൻ ചെയ്ത് കളയുക. അപ്പോൾ അദ്ദേഹം തങ്കച്ചൻ ബ്രദറിനെ വിളിച്ചു. ഇങ്ങനെയാണല്ലോ ഡോക്ടർ പറയുന്നത്, എന്താ ചെയ്യണ്ടെന്നറിയത്തില്ല. അപ്പോൾ പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. അവർ അബോർഷൻ നടത്താൻ പോയില്ല. വീണ്ടും 6-ാം മാസത്തിൽ അവർ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നു, ഇപ്പോൾ ഹാർട്ടിന് മാത്രമല്ല പ്രോബ്ലം, ബ്രെയിനിനും കൊച്ചിൻ്റെ പ്രശ്നമുണ്ട്, ഓട്ടിസ്റ്റിക് ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങളുടെ ഉള്ള സന്തോഷം എല്ലാം പോകും, നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലേ, 3 പിള്ളേർ നിങ്ങൾക്കില്ലേ, പിന്നെന്തിനാ 4ാമതൊരെണ്ണത്തിനെ കൂടെ ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, 3 പേരില്ലേ,
പിള്ളേരില്ലാത്ത എത്ര പേരുണ്ടെന്നറിയാവോ? ഡോക്ടർ ഇവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾക്ക് ഡോക്ടർമാർ പറയുന്നത് പോലും അനുസരിക്കാൻ പറ്റത്തില്ലേ എന്ന്. അപ്പോഴും അവർ തങ്കച്ചൻ ബ്രദറിനെ വിളിച്ചു, പ്രാർത്ഥന ചോദിച്ചു. അപ്പോഴും ഇവിടെയുള്ള പ്രാർത്ഥനകളും കൽക്കുരിശും നിയോഗ പ്രാർത്ഥനയും വചനവും അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ കൂടുന്നവരാണ്, കേൾക്കുന്നവരാണ്. 3 വെള്ളിയാഴ്ചയ്ക്ക് അപ്പുറം ആ വ്യക്തി പ്രസവിച്ചു. 3 കിലോ 300 ഗ്രാമുള്ള ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയാണ് ദൈവം അവർക്ക് കൊടുത്തത്. ആ ഡോക്ടർമാരെ പോലും അതിശയിപ്പിക്കുന്ന വിധത്തിലാണ് ഒരു ദൈവപ്രവൃത്തി അവിടെ സംഭവിച്ചത്. ഞാനിത് പറയുന്നത് കേവലം ഒരു സാക്ഷ്യമായിട്ടല്ല, അനേകരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തൊരു സ്ഥലത്താണ് ദൈവം നിങ്ങളെ എത്തിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു ദൈവീകമായൊരു തെരഞ്ഞെടുപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ശ്രദ്ധയോടെയും പറയുവാണ്. മനുഷ്യർ നമ്മളെ ഇട്ടേച്ച് പോവും. എന്തു പോവും? എങ്ങനെ പോവും? ഒത്തിരി പേര് പറയാറില്ലേ, ആ പുള്ളി എന്നെ ഇട്ടേച്ചു പോയി, എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടേച്ചു പോയി, സ്നേഹിച്ചിട്ട് ആ വ്യക്തി എന്നെ ഇട്ടേച്ചങ്ങ് പോയി. അതൊരു വേദനയാണ്. പക്ഷേ ഈ ദൈവവചനം പരിശോധിച്ചാൽ മനുഷ്യൻ്റെ ഈ സ്വഭാവം ദൈവത്തിനില്ല. ഏത് സ്വഭാവം? ദൈവത്തിൽ ആശ്രയിക്കുന്ന എന്നെയും നിങ്ങളെയും 1000 മനുഷ്യൻ ഇട്ടേച്ചു പോയാലും ഈ ദൈവം നമ്മളെ ഇട്ടേച്ചു പോകത്തില്ല. നമ്മൾ പരിചയപ്പെട്ട, നമ്മൾ അറിഞ്ഞ, മനസ്സിലാക്കിയ 1000 പേര് ഇട്ടേച്ചു പോകും. ചിലപ്പോൾ 1000 പേര് വിട്ടേച്ചു പോയാലും 1000 പേരുടെ സ്വഭാവം നമ്മുടെ ദൈവത്തിനില്ല. ഈ ദൈവത്തിനില്ല. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഒരിക്കലും ഒരാളെ ഉപേക്ഷിക്കുകയില്ല. ദൈവം മനുഷ്യനെ പോലെ ഇട്ടേച്ചു പോകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളോട് പറയാം, സങ്കടങ്ങൾ മനുഷ്യരോട് പറയുന്നത് ഞാൻ നിർത്തി. മനുഷ്യനോട് വിഷമങ്ങൾ പറയുന്നത് നിർത്തി. മനുഷ്യനോട് പറഞ്ഞാൽ, മനുഷ്യൻ പറയുന്ന കുറച്ച് വാക്കുകൾ ഞാൻ പറയാം. ഒരു മനുഷ്യനോട് നമ്മുടെ സങ്കടം പറഞ്ഞാൽ അവർ പറയുന്ന വാക്കാണ്, ശോ കഷ്ടമായിപ്പോയി, സാരമില്ല കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ലെന്നേ, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കേ, ഇത്രയും ടെൻഷൻ ആവല്ലേ, മാറൂന്നേ, പ്രാർത്ഥിക്കാന്നേ, ശരിയാകൂന്നേ, ധൈര്യമായിട്ടിരിക്കുക, വേണമെങ്കിൽ 2 തട്ടും തരും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ചിലപ്പോൾ അങ്ങോട്ട് മാറിയിട്ട് നമ്മൾ കാണാതിരിക്കുമ്പോൾ പറയും, പുള്ളി ഇതല്ല, ഇതിനേക്കാൾ വലുത് വരേണ്ട പുള്ളിക്ക് കിട്ടേണ്ടതാണ്. ചിലപ്പോൾ അതും പറയും, ചിലപ്പോൾ കൊഞ്ഞനവും കുത്തി കാണിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ഒരു സങ്കടം ദൈവത്തോട് പറഞ്ഞാൽ ദൈവം പറയില്ല, ശോ കഷ്ടമായി പോയല്ലോ. ദൈവത്തിൽ നിന്ന് ഈ ശബ്ദം കേൾക്കില്ല കേട്ടോ. ദൈവത്തിൽ നിന്ന് ഇങ്ങനെയുള്ള മറുപടി ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെ കേൾക്കില്ല, ശോ കഷ്ടമായി പോയല്ലോ, പുള്ളി പാവമാണല്ലോ, എന്നാ പറ്റിയാവോ, സാരമില്ലെന്നേ, നമുക്ക് നോക്കാം. ഇതൊന്നും ദൈവം പറയത്തില്ല. നമ്മൾ ദൈവത്തോടാണ് പറയുന്നതെങ്കിൽ ദൈവം അതിന് മറുപടി തരും. ദൈവം നമുക്ക് ആ പ്രതിസന്ധിക്കുള്ള മറുപടി ദൈവം നമുക്ക് തരും. മനുഷ്യനോ, ശോ പാവം കഷ്ടമായിപ്പോയി, സാരമില്ലെന്നേ, ഇതൊക്കെ ഇങ്ങനെ പറയും. ദൈവം ഇങ്ങനെയുള്ള ഒന്നും പറയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ സങ്കടങ്ങൾ മനുഷ്യരോടധികം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഒരു ഫ്രീ ആകാൻ, ടെൻഷനൊക്കെ മാറാൻ ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. എന്നാലും പറയുവാണ്, ദൈവത്തോട് പറഞ്ഞാൽ അതിൻ്റെ മറുപടി കിട്ടും. ഇപ്പോൾ പാട്ടുകാരനൊരു പാട്ട് പാടി, ഇവിടെ ആദ്യം പാടുന്ന പാട്ടാണത്. ശത്രുത വർദ്ധിക്കുമ്പോൾ, പ്രതിസന്ധികൾ കൂടുമ്പോൾ ഞാൻ ഒറ്റ കാര്യം ചെയ്യുള്ളൂ, ക്രൂശിലേക്ക് നോക്കും, ആ സ്നേഹത്തെ ഓർക്കും. അതാണ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി മാറുന്നത്.
ഹല്ലേലൂയ. അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷമങ്ങൾ, അതാണ് ബൈബിൾ പറയുന്നത്, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം കരുതുന്നു. ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ലയോ? ഒരുപാട് പ്രാവശ്യം പലരും കേട്ടിട്ടുണ്ടാവുമല്ലേ? പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. അവനെ ദൈവം എങ്ങനെയേലും ആരിലൂടെയെങ്കിലും എങ്ങനെയേലും ദൈവം അവനെ കരുതിയിരിക്കും. ഞാനൊരു കുഞ്ഞു ഉദാഹരണം, ഒരു സാക്ഷ്യം പറയാം. ആ വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. പേരും സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ഇവിടെ ഇരിപ്പുണ്ട്. ആ വ്യക്തി ഒരു കാറ്ററിംഗുകാരനാണ്. അദ്ദേഹം ഒരു വലിയ കല്യാണം ഏറ്റെടുത്തു. തലേ ദിവസത്തെ പരിപാടിയും പിറ്റേ ദിവസത്തെ പരിപാടിയും പുള്ളിക്കാണ് കിട്ടിയത്. തലേ ദിവസത്തെ പ്രോഗ്രാമൊക്കെ വളരെ സക്സസ് ആയിരുന്നു. പിറ്റേ ദിവസം എൻ്റെ ഒരു അറിവനുസരിച്ച് 1000 പേർക്കുള്ള ഫുഡാണ് കരുതിയത്. പക്ഷെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നു. അതിനിടയിൽ ഈ മനുഷ്യൻ നോക്കിയപ്പോൾ ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ബീഫ് തീരാറായി. അത് തികയത്തില്ല. ആളുകൾ ചോദിക്കും, ഭക്ഷണം വേണം, കറി കൊണ്ടുപോവാം, കല്യാണ വീടല്ലേ, ചോദിക്കും. ഇത് പുള്ളിയുടെ കയ്യിൽ നിന്ന് അത് പോയി എന്ന് പറഞ്ഞ് തികയത്തില്ല ഈ സംഭവം. പുള്ളി ഉടനെ ഒരു കൂട്ടുകാരനെ കൂട്ടി നേരെ ടൗണിൽ വന്ന്, ടൗണിൻ്റെ ആദ്യം കട തുടങ്ങുന്ന സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ പറയുവാണ്, അവിടെ ഇറങ്ങി വണ്ടിക്കാരനോട് അങ്ങോട്ട് മാറ്റി നിർത്താൻ പറഞ്ഞു. ഇയാൾ അവിടെ തൊട്ട് ഉള്ള ഹോട്ടലിലെല്ലാം കയറി അറ്റം വരെയുള്ള ഹോട്ടൽ വരെ പോയി. എല്ലാ കടക്കാരോടും ഉച്ച സമയമാണ്, ചോദിച്ചു, ബീഫ് ഇരിപ്പുണ്ടോ, ഇറച്ചിക്കറി ഇരിപ്പുണ്ടോ? അപ്പോൾ അവർ ചോദിച്ചു, എത്ര പ്ലേറ്റ് വേണം, 10ഓ 20ഓ? അത്രയൊന്നും പേര്, ഉള്ളത് മുഴുവൻ വേണമെന്ന് പറഞ്ഞു. ഉള്ളത് മുഴുവൻ തരൂല എന്ന് പറഞ്ഞു. അത് നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ കടയിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമാണ്, തരത്തില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് മിനിമം 15 കിലോ ബീഫിൻ്റെ കറിയെങ്കിലും വേണം, മിനിമം. അതാണ് മനസ്സിലെ കണക്ക്. 10 കിലോ അധികം എങ്കിലും വേണം, മിനിമം അത്രയെങ്കിലും കിട്ടണം. ഇദ്ദേഹം ഈ ടൗണിൻ്റെ ഈ കടയിൽ നിന്ന്, ഈ ടൗണിൻ്റെ ഒരു ഭാഗത്തുനിന്ന് അപ്പുറത്തുള്ള എല്ലാ കടയിലും കയറിയപ്പോൾ ആരും 5ഓ 10ഓ ഒക്കെ കിട്ടും, 100 200 ഒന്നും കിട്ടത്തില്ല. അങ്ങനെ അവസാനം 3 ഡെസ്കും ബെഞ്ചും ഉള്ള തട്ടുകട പോലെയുള്ള ഒരു കട. ഓടി അദ്ദേഹം ആ കടയിൽ ചെന്ന് ചോദിച്ചു, ബീഫുണ്ടോ ചേട്ടാ, എത്ര പ്ലേറ്റ് വേണം, എത്ര വേണം? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഉള്ളത് മുഴുവൻ. അപ്പോൾ ഉടനെ അയാൾ ഈ ചെന്ന് ചോദിച്ച വ്യക്തി ആ കടയുടെ ഉടമസ്ഥനോട് ചോദിച്ചു. അയാൾ ഉടനെ ആ കടയിൽ നിന്ന് വേഗം പുറകോട്ട് പോയി, കിച്ചണിലേക്കായിരിക്കും പോയത്. കുറഞ്ഞ സെക്കൻഡേ ഉള്ളൂ. അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 15 കിലോ കുക്കറിനകത്ത് മസാല ഇട്ടിട്ടില്ല, പിസിൽ വന്ന് ഇരിപ്പുണ്ട്, അത് മതിയോന്ന് ചോദിച്ചു. അകത്ത് കൃത്യം 15 കിലോ. അദ്ദേഹം പറഞ്ഞു അത് മതി. ആ വണ്ടിയിലുള്ള പാത്രം എടുത്ത് അതേ കമത്തി അദ്ദേഹം ആ കല്യാണ വീട്ടിൽ കൊണ്ടുപോയി മസാല ചേർത്ത് ഒരു ദോഷം വരാതെ വിളമ്പിയപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അത് എനിക്ക് വേണ്ടി വേയിച്ച് വച്ചതുപോലെ. എനിക്ക് ചെറിയൊരു കാര്യമായിട്ട് തോന്നും. ഒരു കല്യാണ വീടാകുമ്പോൾ ഭക്ഷണത്തിന് കുറവ് വന്നാൽ ആളുകൾ അതും ഇതും പറയും, ആ കുടുംബക്കാർക്ക് നാണക്കേട് വരും, ഏറ്റെടുത്ത് നടത്തിയവൻ അതൊരു ക്ഷീണം വരും. പലരും പറയും തികഞ്ഞില്ല. കേൾക്കുമ്പോൾ ചെറുതായിട്ട് തോന്നാം. അയാൾ പറയുവാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ തട്ടുകടയിൽ ഈ 15 കിലോ ബീഫ് കുക്കറിനകത്ത് പിസിൽ വന്നിരിക്കുവാണ്, അത് മസാലയൊന്നും ചേർത്തിട്ടില്ല, അതെനിക്ക് വേണ്ടി ആ മനുഷ്യൻ വേയിച്ചു വച്ചതുപോലെ തോന്നിയെന്ന്. കുറവ് വന്നില്ല. ഇത് പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന ഒരാളെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എങ്ങനെയും നമ്മളെ ദൈവം ഭയങ്കരമായിട്ട് കരുതും. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ, വിശ്വസിക്കുന്ന നിങ്ങളെ ഒരാപത്തിലും ചെന്ന് തകർന്നു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. വിശ്വസിക്കുന്നു എങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് ഇന്ന് ദൈവവചനം കേൾക്കാൻ പോകുന്നതിന് മുമ്പ് ഇരുന്നോണ്ട് തന്നെ കണ്ണുകളൊക്കെ നടച്ച്
ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്തേ. പല വിഷയങ്ങളും ഉണ്ടല്ലേ, പല ഭാരങ്ങളും മനസ്സിലുണ്ടല്ലേ, വല്ലാത്ത പ്രതിസന്ധിയുണ്ട് മനസ്സിൽ. വീടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒറ്റപ്പെട്ടു പോയല്ലോ ദൈവമേ, എന്തൊരു ജീവിതമാണ് എൻ്റേത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നവരും കരുതുന്നവരും ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും ഒന്ന് ദൈവകരങ്ങളിൽ അല്പസമയം ഇരുന്നു കൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇട്ട് മൂടാൻ പറ്റുന്ന വലിയ പ്രതിസന്ധികളൊക്കെ മുന്നിലുണ്ടെങ്കിലും ഒരു കാര്യം ഓർത്തോ, നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാവോ? 2 മിനിറ്റെങ്കിലും സ്വസ്ഥമായിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അറിയാവോ? നീ രക്ഷപ്പെട്ടിരിക്കും. ആമേൻ. അരമണിക്കൂറല്ല കേട്ടോ പറഞ്ഞത്, 1 മണിക്കൂറിൻ്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, ഒരു ദിവസത്തിൻ്റെ ധ്യാനം കൂടണമെന്നല്ല പറഞ്ഞത് കേട്ടോ. പ്രതിസന്ധികൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില പ്രതികൂലം വരുമ്പോൾ കയറി കട്ടിലേക്ക് പുതപ്പ് മൂടി കിടന്നുറങ്ങാതെ, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കാതെ, വാതിലും ജനലും അടച്ച് ഇനി ആരോടും ഞാൻ മിണ്ടുന്നില്ല, എനിക്ക് ഭക്ഷണവും വേണ്ട എന്ന് പറയാതെ ഒരു 2 മിനിറ്റ് ആ ബൈബിൾ എടുത്തുകൊണ്ട് മാറിയിരുന്ന് ഒരു ബൈബിൾ തുറന്ന് ആ ബൈബിൾ തുറന്ന് ഒരു വചനം വായിച്ച്, കുഞ്ഞെ 2 മിനിറ്റ് നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാവോ? 2 മിനിറ്റ് ദൈവത്തിൽ ആശ്രയിക്കാൻ അറിയാവോ? 2 മിനിറ്റ് ദൈവത്തെ സ്തുതിക്കാൻ അറിയാവോ? അങ്ങനെങ്കിൽ ഒരു കാര്യം എഴുതി വെച്ചുകൊള്ളുക, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും, ദൈവം നിന്നെ രക്ഷപ്പെടുത്തിയിരിക്കും. വിശ്വസിക്കുന്നു. 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ അറിയാവോ നല്ല കേട്ടോ ചോദിച്ചത്. 2 മിനിറ്റ്, 2 മിനിറ്റ് നിങ്ങളും പ്രാർത്ഥിച്ച്, കർത്താവെ, ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ വഴികളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഇന്ന് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമായിട്ട് മാറും, ഇന്നൊരു വിടുതലിന് കാരണമാകും, ഇന്നൊരു സൗഖ്യത്തിന് ഇത് വഴി തെളിയും. ഇത് ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടലിലേക്ക് നയിക്കും. എനിക്കുള്ള അനുഗ്രഹത്തെ ദൈവം ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എൻ്റെ ദൈവം എന്നെ ഇട്ടേച്ചു പോകത്തില്ല. 1000 മനുഷ്യൻ എന്നെ ഇട്ടേച്ചു പോയാലും, എൻ്റെ കൂടപ്പിറപ്പ് എന്നെ ഇട്ടേച്ചു പോയാലും, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ദൈവം എന്നെ തള്ളിക്കളയത്തില്ല. ഭാര്യ ഉപേക്ഷിച്ചവരുണ്ട് ഇതിനകത്ത്, ഭർത്താവ് ഉപേക്ഷിച്ചവരുണ്ട് ഇതിനകത്ത്, മക്കൾ ഉപേക്ഷിച്ചവരുണ്ട്. അപ്പനും അമ്മയെ കൂടി ഉപേക്ഷിച്ചാലും ദൈവം നിന്നെ ഇട്ടേച്ചു പോകത്തില്ല. ദൈവം നിന്നെ കരുതുക തന്നെ ചെയ്യും. നിനക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, നിനക്കൊരു വെല്ലുവിളി വരുമ്പോൾ, നിന്റെ അടുത്തേക്ക് ഓടി വരാൻ ഒരു കുഞ്ഞു പോലും ഇല്ലെങ്കിലും, ആരും ഈ പട്ടണമോ നാടോ ദേശമോ ആരും ഓടി വന്നില്ലേലും ദൈവം നിന്റെ അടുത്ത് ഓടി വന്നിരിക്കും. നിന്റെ പ്രതിസന്ധികളിൽ ദൈവം നിന്റെ ഒപ്പം നിന്നിരിക്കും. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന് നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇപ്പോൾ പാടിയ പാട്ടിന്റെ അവസാനത്തെ ആ 2 ലൈൻ ഓർക്കുവാണ്. ശത്രുത്വം വർദ്ധിച്ചാൽ പീഡകൾ കൂടിയ, ശത്രുത്വം വർദ്ധിച്ച പീഡകൾ കൂടിയ, ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ഈ ഒരു ശ്രദ്ധിച്ചേ, ഈ പാട്ടിൽ നിന്നാണ് പറഞ്ഞത്, ഒരു പ്രതിസന്ധി വരുമ്പം, ഒരു ശത്രുത വരുമ്പം, ഒരു പ്രതിസന്ധി വരുമ്പം ഇത്രയേലും നിനക്കറിയാവോ? ആ ക്രൂശിലേക്ക് നോക്കാൻ 2 മിനിറ്റ് സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കാൻ അറിയാവോ? ദൈവം നിന്നെ വിടുവിച്ചിരിക്കും. ദൈവം നിന്നെ സഹായിച്ചിരിക്കും. സഹായിക്കുന്ന ദൈവം നിന്റെ അടുത്ത് വരുന്നത് ഫീൽ ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും, അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത് പല പ്രാവശ്യം ആവർത്തിച്ച് പാടിയത്. ഇന്നൊരു നല്ല വചനം കേൾക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു വാക്യം, അനുഗ്രഹമുള്ളൊരു ഭാഗം
സങ്കീർത്തനം 53 സങ്കീർത്തനം 6 വാക്യം ഒന്ന് വായിക്കുകയാണ്. 53 സങ്കീർത്തനം 6 വാക്യം ഒന്ന് വായിക്കുകയാണ്. ഇസ്രായേലിന്റെ വിമോചനം. എല്ലാവരും ആ വാക്കുകളൊക്കെ ഒന്ന് കേട്ടിട്ട് വേണം ഇന്ന് ആരാധനയൊക്കെ നടത്താൻ, ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കേൾക്കുകയാണ്. ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ. അടുത്ത വചനം ശ്രദ്ധിച്ചോ. ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. എല്ലാവരും ആ വചനം കേൾക്കുകയാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി. ഞാനത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇങ്ങനെ പറയുവാണ്. സ്ഥിതി, സിറ്റുവേഷൻ, ഇപ്പോഴത്തെ കണ്ടീഷൻ. പലരും പറയാറില്ലേ, അച്ചോ എൻ്റെ സ്ഥിതി വളരെ മോശമാണ് കേട്ടോ, എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വളരെ മോശമാണ്. ആ വാക്കാണിത്, അതേ അർത്ഥമുള്ള വാക്കാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി. നമ്മളെല്ലാം പറയും, എൻ്റെ സ്ഥിതി എന്താ ഇങ്ങനെ, എൻ്റെ വീടിൻ്റെ സ്ഥിതി മോശമാണല്ലോ, എൻ്റെ പിള്ളേരുടെ സ്ഥിതി മോശമാണല്ലോ, എൻ്റെ പിള്ളേരുടെ കല്യാണം കഴിച്ചുള്ള സ്ഥിതി, അവരുടെ ജീവിതം ഇന്ന് ഭയങ്കര കഷ്ടമാണല്ലോ. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിൻ്റെ പുസ്തകത്തിൻ്റെ താളിൽ എഴുതിക്ക്, സ്ഥിതിയെ മാറ്റുന്ന ദൈവമുണ്ട്. ഇന്നത്തെ സ്ഥിതി ദൈവം മാറ്റും. അത് എഴുതിയിരിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ. അതിൻ്റെ അർത്ഥം എന്താ? പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഉറപ്പിക്കും. പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. 2 വാക്കുണ്ട്, ആനന്ദിക്കും, സന്തോഷിക്കും. ആരാനന്ദിക്കും? യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേലോ സന്തോഷിക്കും. ഇത് 2 നമുക്കില്ലാത്ത സന്തോഷമില്ല, ഒന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ പറയുന്നു യാക്കോബ് ആനന്ദിക്കും. എപ്പം? സ്ഥിതി മാറുമ്പോൾ. അനുഗ്രഹയിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സ്ഥിതിയെ ദൈവം മാറ്റും. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും. യാക്കോബ് സന്തോഷിച്ച പോലെ നിങ്ങളും സന്തോഷിക്കും. ഇസ്രായേൽ ആനന്ദിക്കും. ഈ സന്തോഷത്തിന്, ഈ ആനന്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ആനന്ദമല്ല ഇത് ദൈവം തരുന്ന ആനന്ദമാണ്. ഇത് ദൈവം തരുന്ന സന്തോഷമാണ്. ഒന്നും കൂടെ ആ വാക്യം വായിച്ച്. ദൈവം തൻ്റെ ജനത്തിന്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. അപ്പോൾ ഒരു ചോദ്യം, ആരാണ് ഈ പുള്ളി? ഈ യാക്കോബിന് എന്താ ഇത്ര സന്തോഷം? ഈ യാക്കോബിന് എന്താ ഇത്ര ആനന്ദം? യാക്കോബിന് മാത്രം എന്താ ഈ സ്പെഷ്യൽ ഓഫർ? ആരാണ് ഈ യാക്കോബ്? ഇച്ചിരി പഠിക്കാനുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച്. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചവൻ്റെ പേരാണ് യാക്കോബ്. ഒരു രാത്രിയിൽ ഒരുപോലെ കണ്ണടയ്ക്കാതെ ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചവൻ്റെ പേരാണ് യാക്കോബ്. ഇത് ബൈബിളിലുണ്ട്. ബൈബിളിൽ ദൈവത്തെ എങ്ങനെയാ പറയുന്നത്? അബ്രഹാത്തിന്റെ ദൈവം, ഈസഹാക്കിന്റെ ദൈവം. യാക്കോബിനൊക്കെ ഇത്രയും വിലയോ? യാക്കോബിന്റെ പേരിലാ ദൈവത്തിന്റെ പേര് പോലും എഴുതി. ഈ അബ്രാഹത്തിന്റെ ദൈവം, ഈസഹാക്കിന്റെ ദൈവം, യാക്കോബ്. ഈ യാക്കോബ് എന്നാ ഇത്രയും വലിയ ആളായേ? യാക്കോബിന്റെ സ്ഥിതി എങ്ങനെയാ മാറിയത്? എന്നോട് ഒരാൾ കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത്ര ശരിയല്ല, ഇത് ഇങ്ങനെയൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇതിനാണോ ഫോക്കസ് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞത്? ഇവിടെ എല്ലാ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലേ, അതാണോ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ എനിക്കും ടെൻഷൻ തോന്നി. കടം മാറണം, വീട് വയ്ക്കണം, രോഗം മാറണം, കല്യാണം നടക്കണം, പിള്ളേരെ ലഭിക്കണം, പിള്ളേർക്ക് ജോലി കിട്ടണം, വീട് പണിയണം, സ്ഥലം വിൽക്കണം. അത് മാത്രമുള്ളല്ലോ. ഞാനിത് കുറച്ച് ദിവസങ്ങളായത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് സ്ഥിതി മാറാനാണ്.
അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഉത്തരം ഞാൻ നിങ്ങളോട് പറയാം. എന്തായാലും നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ അപ്പുറത്തുള്ള ബാറിലേക്കല്ലല്ലോ പോയത്, അവിടെയുള്ള സിനിമാ തിയേറ്ററിലേക്കല്ലല്ലോ പോയത്. എന്തായാലും ഓടിക്കേറി വന്നത് ദൈവത്തെ വിളിക്കുന്ന ഒരു സ്ഥലത്തല്ലേ. ഇവിടെ വന്നത് നിങ്ങൾക്കിവിടെ വരാതിരിക്കായിരുന്നല്ലോ. എന്തായാലും ഒരു പ്രതിസന്ധി വന്നപ്പോൾ കടവാണല്ലോ, ഒറ്റപ്പെട്ടു പോയല്ലോ, വീട്ടിൽ പ്രതിസന്ധിയാണല്ലോ, കല്യാണം കഴിച്ച വീട്ടിൽ പ്രയാസമുണ്ടല്ലോ, ആകെ എന്തായാലും ഓടിക്കേറി വന്നത് ബാറിലേക്കും ഹോട്ടലിലേക്കും സൂപ്പർ മാർക്കറ്റിലേക്കും സിനിമാ തിയേറ്ററിലേക്കും ഒന്നുമല്ലല്ലോ നിങ്ങൾ ഓടിപ്പോയത്. നിങ്ങൾ ഇങ്ങോട്ടല്ലേ വന്നത്. ഇവിടെ വന്നതിൻ്റെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൽ നിങ്ങൾക്കൊരാശ്രയം ഉള്ളതുകൊണ്ടാണ്. ഒരു മടുപ്പും ക്ഷീണവും കൂടാതെ വണ്ടിയെ കയറി രാത്രിക്കാണ് രാത്രിക്ക്, പകലാണ് പകൽ, ഓട്ടോറിക്ഷയ്ക്കാണ് ഓട്ടോറിക്ഷയ്ക്ക്, സ്കൂട്ടിക്കാണ് സ്കൂട്ടിക്ക് ഇവിടെ വരാൻ കാരണം ദൈവത്തിൽ ഒരാശ്രയം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരാളും ഇവിടെ വരത്തില്ല. ഞാൻ ആ വ്യക്തിയെ പിന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അല്ല സുഹൃത്തെ, എന്തായാലും ഈ മനുഷ്യർ ഒരാവശ്യം നടന്നു കിട്ടാൻ ദൈവത്തിൻ്റെ അടുത്തേക്കാണല്ലോ വന്ന്. അപ്പുറത്ത് ബാറും അപ്പുറത്ത് കള്ളുഷാപ്പും ഒക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടൊന്നും അല്ലല്ലോ പോയത്, ഇവിടെയല്ലേ വന്നത്. അത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ സ്ഥിതി മോശമാകത്തില്ല, സ്ഥിതി മാറും. വിശ്വസിക്കുന്നു. എവിടെയാ സ്ഥിതി വളരെ മോശമായിട്ടുള്ളത്? ഈ യാക്കോബിനെ കുറിച്ച് എല്ലാവരും ഒന്ന് മനസ്സിലാക്കും. യാക്കോബ് ആരാണ്? യാക്കോബ് ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. ഒരു രാത്രി പുള്ളി ഉറങ്ങിയിട്ടില്ല. ഒരു രാത്രിയിൽ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നവൻ്റെ സ്ഥിതിയാണ് ദൈവം മാറ്റുന്നത്. ദൈവവചനത്തിൻ്റെ മുമ്പിൽ ആരോഗ്യവും സമയവും മാറ്റിവെക്കുന്നവൻ്റെ സ്ഥിതിയെയാണ് ദൈവം മാറ്റുന്നത്. വിശ്വസിക്കുന്നെങ്കിൽ ഒരു കരം ഉയർത്തി, നല്ല ശബ്ദം ഉയർത്തി, തീക്ഷ്ണതയോടെ ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങളെ താഴ്ത്താം. നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ഈ വചനവും പ്രാർത്ഥനയും കൂടുന്നു, കേൾക്കുന്നു. സ്നേഹവും പ്രാർത്ഥനയും ബഹുമാനവും നിങ്ങളെ അറിയിക്കുവാണ്. ഇത്രയും ആഗ്രഹത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഇനി കേൾക്കാൻ പോവുകയാണ് ആരാണ് യാക്കോബ്. 22-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ വായിക്കുകയാണ്. ആ രാത്രി തന്നെ യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും 2 പരിചാരികമാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് കടന്നു. ഇത് ശ്രദ്ധിക്കണം. ആ രാത്രി തന്നെ, ഒരു രാത്രിയിൽ യാക്കോബ്, അദ്ദേഹത്തിന് 2 ഭാര്യമാർ, 2 ഭാര്യമാരെയും 2 പരിചാരികമാരെയും 2 വേലക്കാരെയും 11 മക്കളെയും. അപ്പോൾ ഈ വ്യക്തിക്ക് യാക്കോബിന് 11 മക്കളുണ്ട്. 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന തോട്, പുഴ, അങ്ങനെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക, യാബോക്ക് എന്ന പുഴ കടന്ന് അക്കരെ വിട്ടു. എന്നിട്ട് വായിച്ചേ, അവരെ അവൻ പുഴയ്ക്ക് അക്കരെ കടത്തി. അപ്പോൾ ഇത് യാബോക്ക് എന്ന കടവെന്ന് പറയുമ്പോൾ യാബോക്ക് ഒരു പുഴയുടെ പേരാ, ഒരു പുഴ. യാബോക്ക് എന്ന പുഴ അക്കരെ ഇവരെ എല്ലാവരെയും അക്കരെ എത്തിച്ചു. തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. സമ്പത്തും കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ ചുമന്ന് പുഴയ്ക്ക് അക്കരെ എത്തിച്ചു. എപ്പോ? രാത്രിക്ക്. 24-ാമത്തെ വാക്യം, യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. യാക്കോബ് എന്ന വ്യക്തി മാത്രം പുഴയ്ക്കിക്കരെ ഒറ്റയ്ക്ക് നിന്നു. എന്തിനാ ഈ സമയം മാറ്റിവെച്ചെന്നറിയോ? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥനയുടെ പേര് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മൽപിടുത്തം എന്നാണ്. മൽപിടുത്തം. നമ്മൾ ഈ മൽപിടുത്തം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഈ ഗുസ്തി മത്സരത്തിനാണ് മൽപിടുത്തം എന്ന് പറയുന്നത്. 2 പേർ തമ്മിൽ ഗുസ്തി കൂടി ഒരുത്തരെ നിലത്തടിച്ച് ഇത്ര മിനിറ്റ് തോപ്പിക്കണം. അതിനാണ് ഗുസ്തി മത്സരം. ആ വാക്കാണ് ശരിക്കും ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ഗുസ്തി മത്സരത്തിനും മൽപിടുത്തത്തിനും ഈ പ്രത്യേകതയാണ് ഉള്ളത്. പക്ഷെ യാക്കോബ് ഇവിടെ പറയുന്നുണ്ട്, ഈ മൽപിടുത്തം കഴിഞ്ഞ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. ഏതെങ്കിലും ഒരു ഗുസ്തി മത്സരത്തിനകത്ത് ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മൽപിടുത്തത്തിനിടയിൽ അവസാനം പറഞ്ഞിട്ടുണ്ടോ, എന്നെ അനുഗ്രഹിച്ചിട്ടേ വിടുകയുള്ളൂ കേട്ടോ? അപ്പോൾ ഇത് കേവലം ഒരു മൽപിടുത്തമല്ല, ഇതൊരു പ്രാർത്ഥനയാണ്. ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത്
ഒരിക്കലും നഷ്ടമാകില്ല. ആമേൻ. ഹല്ലേലൂയ. അത് വെറുതെയായി പോകില്ല. ആമേൻ. അതൊരു ഗുണത്തെ കൊള്ളും. ഈ യാക്കോബിൻ്റെയാണ് അവസ്ഥയെ ദൈവം മാറ്റിയത്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നും കൂടെ വായിക്കുവാണ്. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ. എത്ര സമയം? നേരം അപ്പോൾ പുലരുന്നത്. ഏകദേശം എത്ര സമയം എടുത്തിട്ട്? മിനിമം ഒരു 6-7 മണിക്കൂർ. 6-7 മണിക്കൂർ രാത്രിയിൽ പുള്ളി ഉറങ്ങിയിട്ടില്ല, രാത്രിയിൽ വിശ്രമിച്ചിട്ടില്ല. നേരം വെളുക്കുന്നതുവരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. നേരം വെളുക്കുന്നവരെ. നിങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര സമയമായി? 5 മണിക്ക് വന്നവരുണ്ട്, 7 മണിക്ക് വന്നവരുണ്ട്. കണക്ക് കൂട്ടിയാൽ 4 മണിക്കൂറായി, 3ആയി, 5 മണിക്കൂറായി. മണിക്കൂറുകൾ ഒരുപാടായി. ഈ മണിക്കൂറുകളൊന്നും നഷ്ടമാകില്ല കേട്ടോ. ആമേൻ. വിശ്വസിക്കുന്നു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, കർത്താവേ, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അകലങ്ങളിലുള്ള എൻ്റെ വീടിനെ അങ്ങൊരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിലാണ് ദൈവം അനുഗ്രഹങ്ങളെ കൊടുത്തിട്ടുള്ളത്. ഹല്ലേലൂയ. 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 ഇനി അടുത്ത ഭാഗമാണ്. നേരം പുലരുന്നതുവരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. ഭയങ്കരമായി ഒരു മൽപ്പിടുത്തം നടത്തി. അടുത്തത് കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. കീഴടക്കാൻ പറ്റിയേലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കിട്ട് ഒറ്റ ഒരു തട്ട് കൊടുത്തു. ഇടി കൊടുത്തു എന്നല്ല, ചെറുതായിട്ടൊന്ന് തട്ടി. അപ്പോൾ ഇവിടെയുള്ള എല്ല് വിട്ടുപോയി. നമുക്കറിയാം, നമ്മുടെ വിരല് ഒന്ന് ഉളുക്കിയാൽ എന്തേരെ വേദനയുണ്ടെന്ന്. നമ്മുടെ കയ്യിലെ ഞരമ്പൊന്ന് ഇടറിയാൽ നമുക്ക് എന്തേരെ പ്രയാസം ഉണ്ടെന്ന് നമുക്ക് പിടികിട്ടും. ഇത് കാലുളുക്കി എന്നല്ല പറഞ്ഞത്, കാലിൻ്റെ വിരളയിൽ ഒരു പരു വന്നു എന്നല്ല പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ യാക്കോബിന്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി. ഈ തുടയിൽ തെറ്റിപ്പോയി. എന്നാ വേദനയായിരിക്കും അത്. പക്ഷെ അന്നേരവും ഈ പിടുത്തം വിട്ടില്ല. ഈ വേദനയുള്ളപ്പോൾ നമ്മളെല്ലാ പിടുത്തവും വിടും, കാറിപ്പോവും. യാക്കോബ് ഈ കൈ വിട്ടില്ല. ഇങ്ങനെ പിടിച്ചു വേദന സഹിച്ച് പുള്ളി അവിടെ നിൽക്കുക. എന്നിട്ട് പറയുക, എൻ്റെ ഈ അരക്കെട്ടിൻ്റെ വേദന മാറ്റണേ എന്നല്ല പ്രാർത്ഥിച്ചത്. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, നേരം വെളുക്കാൻ പോവാണ്, ഞാൻ പോകട്ടെ. അടുത്തത് യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ ഈ പിടുത്തം ഞാൻ വിടിയേലെന്ന് പറഞ്ഞു. പുള്ളിയുടെ എല്ല് തെറ്റിക്കിടക്കുവാണ്. വേദനയെന്ന് പറഞ്ഞാൽ മരണവേദന പോലെ വേദനിക്കുന്ന ഒരു ഭാഗം ശരീരത്തുണ്ട്. എന്നിട്ടും പുള്ളി പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ എല്ല് തുടയിൽ നിന്ന് എല്ല് തെറ്റിപ്പോയി. അതിൻ്റെ വേദന കഠിനമായപ്പോഴും പുള്ളി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടിയേല്. ഇങ്ങനെ പ്രാർത്ഥിച്ചവനാണ് അപ്പുറത്ത് സന്തോഷിച്ചത്. ഇങ്ങനെ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചവനാണ് ആനന്ദിച്ചത്. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകാൻ, അങ്ങനെ ഒരു ആനന്ദം ഉണ്ടാകാൻ ഇപ്പുറത്ത് ഈ മനുഷ്യൻ കൊടുത്തൊരു വലിയ വിലയുണ്ട്. ചിലരൊക്കെ നമ്മളോട് പറയും, നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് എങ്ങോട്ടോടുക? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? വേറെ ജോലിയൊന്നുമില്ലേ? ഇത് എന്തിനാ ഇങ്ങനെ പോകുന്നത്? ദൈവസന്നദ്ധിയിൽ സമയം ചെലവഴിക്കുന്നത് നഷ്ടമല്ല, ലാഭമാണ്. അത് മെച്ചമാണ്, അത് അനുഗ്രഹമാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യാക്കോബിൻ്റെയാണ് അവസ്ഥ മാറിയത്. ഈ യാക്കോബിൻ്റെ സ്ഥിതിയെയാണ് ദൈവം മാറ്റിയത്. ഈ യാക്കോബിനെയാണ് ദൈവം അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. ഇനി അടുത്തതാണ് 29-ാമത്തെ വാക്യം. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അടുത്തത് അവിടെ വെച്ച്. അവിടെ ഒരു വാക്കുണ്ട്, മലയാളത്തിൽ ഒരു വാക്കാണ്, പ്രാർത്ഥിച്ച ആ സ്ഥലത്ത് വച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. എവിടെ വച്ച്? യാക്കോബ്
ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ച ആ സ്ഥലത്ത് വച്ച് ആമേൻ. ദൈവം അവനെ അനുഗ്രഹിച്ചു. എവിടെ വെച്ചാ ദൈവം അനുഗ്രഹിക്കുക? റോട്ടിൽ കൂടെ പോകുമ്പോൾ പിടിച്ചു നിർത്തി നിന്നെ ഞാൻ അനുഗ്രഹിക്കട്ടെ, ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഇങ്ങോട്ട് വന്നേ എന്നുള്ളതല്ല ദൈവത്തിൻ്റെ രീതി. പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വെച്ച് ദൈവം നിന്നെയും അനുഗ്രഹിക്കും. പ്രാർത്ഥിച്ച സ്ഥലത്ത് പാസ്പോർട്ട് കൊണ്ടുവരുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് മണ്ണ് കൊണ്ടുവരുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ചിലരുടെ ഫോട്ടോ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച സ്ഥലത്ത് വച്ചാണ് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്. ആമേൻ. ഒരു കരമുയർത്തി, ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ എഴുതിയിട്ടുണ്ട് യാക്കോബ് ഭയങ്കര വേദനയുള്ളപ്പോഴും പ്രാർത്ഥന വിട്ടിട്ടില്ല. പ്രാർത്ഥിച്ചതെന്നതാ? എന്നെ ഇത്രയും വിലയുണ്ടോ ഈ അനുഗ്രഹത്തിന്? ഇത്രയും വിലയുള്ളൊരു കാര്യമാണോ ഈ അനുഗ്രഹം? അനുഗ്രഹത്തിന് ഇത്രയൊക്കെ വിലയുണ്ടോ? അനുഗ്രഹത്തിന് ഏറ്റവും വിലയുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. മനുഷ്യൻ്റെ അനുഗ്രഹത്തിനും വിലയുണ്ട്. ഒരു മനുഷ്യൻ നന്നായിട്ട് ജീവിക്കാൻ പറ്റണമെങ്കിൽ ഇവനും ദൈവത്തിൻ്റെ അനുഗ്രഹവും വേണം, കൂടെ നിൽക്കുന്ന മനുഷ്യരുടെയും അനുഗ്രഹം വേണം. അനുഗ്രഹം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചില അധ്യാപകർ ചില കുട്ടികളെക്കുറിച്ച് പറയാറില്ലേ, അവനൊരു കുരുത്തം കെട്ടവനാണെന്ന്. അതെന്തായ വാക്കിൻ്റെ അർത്ഥം? കുരുത്തം എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യമെന്നാണ്. കുരുത്തം എന്ന വാക്കിൻ്റെ അർത്ഥം അനുഗ്രഹമെന്നാണ്. ആ വാക്കിലൊരു അർത്ഥമുണ്ട്. കുരുത്തം കെട്ടവൻ, അനുഗ്രഹത്തെ കളഞ്ഞവൻ. ജീവിതത്തിൽ ഒരിക്കലും അനുഗ്രഹത്തെ കളയല്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതൊക്കെ ചിലപ്പോൾ സിമ്പിളായിട്ട് തോന്നും. യാക്കോബ് ഒരു രാത്രി മുഴുവൻ ഒരു പുഴയ്ക്കിക്കരെ നിന്ന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എഴുതിയുവാണ്. അവിടെ വച്ച്, എവിടെ വച്ച്? ആ പ്രാർത്ഥിച്ച സ്ഥലത്ത് വച്ച് യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. എവിടെ വെച്ച്? പ്രാർത്ഥിക്കുന്ന ഈ ആലയത്തിൽ വെച്ച്, ഈ സ്ഥലത്ത്, ഈ കൽക്കുരിശിൻ്റെ മുൻപിൽ വെച്ച്, അല്ലെങ്കിൽ മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വെച്ച്, നേർച്ച ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വെച്ച്, നിയോഗ പ്രാർത്ഥന എഴുതി കൊടുക്കുന്ന കൗണ്ടറിൽ അവിടെ വെച്ച്, ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ, ഈ യാക്കോബിനെ കുറിച്ച് അപ്പുറത്ത് എഴുതിയിരിക്കുന്നത് സങ്കീർത്തനം 53 സങ്കീർത്തനം 6 വാക്യം, യാക്കോബിൻ്റെ സ്ഥിതി പുനർസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേലോ സന്തോഷിക്കും. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു അനുഗ്രഹമുള്ളവരായി മാറണം. അനുഗ്രഹത്തിന് ഇത്രയും വില ബൈബിൾ കൊടുക്കുന്നുണ്ട്. ചില മനുഷ്യർ അനുഗ്രഹം കൊണ്ടുവരുന്നവരാണ്. ചില മനുഷ്യർ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ നന്മയെ ഇടിച്ച് തെറിപ്പിച്ച് ഉരുള് പൊട്ടിയതുപോലെ എല്ലാം നശിപ്പിച്ചിട്ട് കടന്നു പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമുക്കുള്ളതെല്ലാം നശിപ്പിച്ചിട്ട് അവർ പോകും. ഉരുള് പൊട്ടി വരുന്ന പോലെയാണ്. അത് വന്ന് നമ്മുടെ മുറ്റത്തെയും പറമ്പിൽ നിന്ന് തെങ്ങും വാഴയും കവുങ്ങും എല്ലാം നിരത്തി അങ്ങ് പോയി, ഇപ്പോൾ ഒന്നുമില്ല. ചില മനുഷ്യർ ജീവിതത്തിലേക്ക് വന്നത് എല്ലാം തകർന്ന് തരിപ്പണമായി പോയി. എന്നാൽ ചില മനുഷ്യർ പ്രാർത്ഥനയോടെ നിൻ്റെ ജീവിതത്തിൽ വന്നത് ഭയങ്കര അനുഗ്രഹമായിട്ടും മാറും. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ ഇസ്രായേൽ സന്തോഷിക്കും, യാക്കോബ് ആനന്ദിക്കും. ഏത് യാക്കോബ്? കുറേ താളുകൾ പുറകോട്ട് മറിക്കുമ്പോൾ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന യാക്കോബ്, അനുഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ മൽപിടുത്തം നടത്തി യാക്കോബ് ദൈവത്തോടൊപ്പം ഒരു സന്ധ്യ മുതൽ നേരം വെളുക്കുന്നവരെ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ചെലവഴിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ അവസ്ഥയെയാണ് ദൈവം മാറ്റിയത്. ആ വ്യക്തിയുടെ സാഹചര്യത്തെ ദൈവം മാറ്റിയത്. ആ പ്രാർത്ഥിച്ച സ്ഥലത്ത് വച്ച യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചത്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അനുഗ്രഹത്തിനായി നിങ്ങളെ ഒരുക്കുന്ന സ്ഥലമാണിത്.
ഒരു സ്നാപക യോഹന്നാൻ പോലെ. സ്നാപക യോഹന്നാൻ പറഞ്ഞില്ലേ, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഒരനുഗ്രഹത്തിന് വേണ്ടി ദൈവം ജനത്തെ ഒരുക്കിയ വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ മഗ്ദാന. അതുപോലെ ഈ ആലയം നിങ്ങൾക്കൊരനുഗ്രഹം ഉണ്ടാകാൻ നിങ്ങളെ ദൈവം ഒരുക്കുന്ന സ്ഥലമാണ്. പ്രശ്നങ്ങൾ പ്രതിസന്ധികളായി മാറുന്ന സ്ഥലമല്ല, പ്രശ്നങ്ങൾ മഞ്ഞുപോലെ ഉരുകുന്ന സ്ഥലമാണിത്. ആകാശത്തെ മഴക്കാറുകൾ, കാർമേഘം, കാറ്റ് വന്ന് മാറി മാറി പോകുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ മേൽ ഇന്നും നിലനിൽക്കുന്ന പ്രതിസന്ധികൾ മാറും. നിങ്ങളുടെ മേൽ ഉയർന്നിരിക്കുന്ന പ്രതികൂലങ്ങൾ മാറും. പകരം നിങ്ങൾ സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളൊന്ന് അടച്ച് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സഹനങ്ങളെയും ഒന്ന് ഓർത്തേ, എല്ലാ സഹനങ്ങളെയും ഒന്ന് ഓർത്തേ. പഴയ നിയമത്തിലെ ജോസഫ് ജീവിതത്തിലെ സഹനങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ച് സഹോദരങ്ങളൊക്കെ പുള്ളിനെ പരമാവധി പീഡിപ്പിച്ചു, ബുദ്ധിമുട്ടിച്ച്. പക്ഷെ പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം എനിക്കത് നന്മയ്ക്കാക്കി മാറ്റിയെന്ന്. നമുക്കുള്ളതിനെ ഇന്ന് നിങ്ങൾ വേദനയിലായിരിക്കാം, ക്രൂശിന്മേൽ ആ പാട്ടുപാടി ഒന്ന് ആരാധിക്കാൻ പോവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും വിഷമങ്ങളോ വേദനകളോ നിങ്ങളെ അലട്ടുന്നുണ്ടേ, നിങ്ങൾ അപ്പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞ്, ഈ വേദനയിലൂടെ അത് എനിക്കൊരു നല്ല കൃപ കിട്ടാൻ, ഒരനുഗ്രഹം എന്നിൽ വരാൻ അത് കാരണമാക്കണമേ. അതൊരു വലിയൊരു കൃപ ലഭിക്കാൻ എനിക്ക് ഇടയാകണമേ. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് യാക്കോബ് തുടയലിൽ തെറ്റിപ്പോയപ്പോഴും ശരീരത്തെ കീറി മുറിക്കുന്ന വേദനയുള്ളപ്പോഴും യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ലെന്ന് പറഞ്ഞ് മുറുക്കെ പിടിച്ച യാക്കോബിന്റെ അവസ്ഥ മാറി, സ്ഥിതി മാറി. ഈ യാക്കോബ് ആ വേദന മറന്ന് അപ്പുറത്ത് സന്തോഷിച്ചു, ഇസ്രായേൽ ആനന്ദിച്ചു. ഇന്ന് വേദനയോടെയാണോ ഇരിക്കുന്നത്? നിങ്ങൾക്കൊരു ആനന്ദം അനുഭവിക്കാൻ ഇടവരും. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിൽ കണ്ട്, നിങ്ങളുടെ നിയോഗത്തെ മനസ്സിൽ കണ്ട് ഇട്ടേച്ചു പോകുന്നവനല്ല കേട്ടോ ദൈവം നമ്മളെ ഇട്ടേച്ചു പോകില്ല. നിങ്ങളെ പരിചയമുള്ള, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളോട് മിണ്ടുന്ന 1000 പേര് നിങ്ങളെ ഇട്ടേച്ചു പാതി വഴിക്ക് ഇട്ടേച്ചങ്ങ് പോയാലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചോ ഇട്ടേച്ചോ പോകത്തില്ല. 10,000 മനുഷ്യർ നമ്മുടെ ഒരു സാഹചര്യത്തിൽ ഓടി വന്നില്ലേലും, ആരും ഒന്നും മൈൻഡ് ചെയ്തില്ലേലും, എനിക്കൊരാവശ്യം വന്നാൽ എൻ്റെ ദൈവം എൻ്റെ അടുത്ത് ഓടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്. എൻ്റെ ദൈവം എന്നെ കരുതുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ ഒരുപാട് പേർക്ക് വിടുതലാകുന്നുണ്ട് കേട്ടോ. ചില നിയോഗങ്ങളെല്ലാം മനസ്സിലോർത്ത് ചേർന്ന് പാടുവാണ്. ക്രൂശിന്മേൽ വിശ്വസിച്ചവർ കാണുന്ന കാണുന്ന എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോഴേ ഇതൊരു കാട്ടുപ്രദേശമാണ്. ഇവിടെ എത്തിപ്പെടാനൊക്കെ പാടാ. ഇതൊരു ചില ബുദ്ധിമുട്ടാണ് ഇവിടേക്ക് എത്തിപ്പെടാൻ. പലപ്പോഴും ചിന്തിക്കും, ദൈവമേ എന്തിനാ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്, എന്തിനാ എന്നെ തിരഞ്ഞെടുത്തത്? അത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്, അത് ദൈവത്തിൻ്റെ ദയയാണ്. അതിന് മറ്റൊരു ഉത്തരവില്ല. ഈ വീട്ടിൽ ജനിച്ച എന്നെ എന്തിനാണ്? എൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ അല്ലേ,
എൻ്റെ കുടുംബം അങ്ങനെയൊക്കെ അല്ലേ, എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങനെയല്ലേ, പിന്നെ എന്നെ എന്തിനാണ്? ദൈവം തിരഞ്ഞെടുക്കുന്നത് ആരെയെങ്കിലും അല്ല, തനിക്കിഷ്ടമുള്ളവരെയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നത് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു അനുഗ്രഹത്തിൻ്റെ ഇടമായി മാറും. ഒറ്റ വാക്ക് പറയാം, ഇത് മനസ്സിലിരിക്കട്ടെ. യാക്കോബിനെ എവിടെ വച്ചാ ദൈവം അനുഗ്രഹിച്ച്? വേദപുസ്തകം പറയുന്നു, അവിടെ വച്ച്. നമ്മളോട് പലരും ചോദിക്കില്ലേ, എന്തിനാ നിങ്ങൾ പോകുന്നത്? എന്തിനാ അവിടെ പോയി പാടുന്നത്? എന്തിനാ അവിടെ കൈ ഉയർത്തുന്നത്? എന്തിനാ അവിടെ ആരാധിക്കുന്നത്? ഈ ആരാധിക്കുന്ന സ്ഥലത്ത് വച്ചാ കുഞ്ഞെ നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നത്. വചനം കേൾക്കുന്ന സ്ഥലത്ത് വച്ചാ കുഞ്ഞെ നിന്നെ അനുഗ്രഹിക്കുന്നത്. ചിലരൊക്കെ ചില സ്ഥലത്ത് വച്ചാ ദൈവം അനുഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മുടെ നാട്ടിൽ പള്ളിയിലെ, നമ്മുടെ നാട്ടിൽ കുരിശുപള്ളിയിലെ, നമ്മുടെ നാട്ടിലും ഇല്ലേ ധ്യാന കേന്ദ്രം? ഉണ്ട്. പക്ഷേ ചില സ്ഥലത്ത് വച്ചാ ജീവിതം വല്ലാതെ മാറുന്നത്. എൻ്റെ വീട്ടിലും നാട്ടിലും ഒക്കെ പള്ളിയും കുരിശുപള്ളികളും ധ്യാന കേന്ദ്രവും ഒക്കെ ഉണ്ട്. പക്ഷേ ചില സ്ഥലത്ത് നിങ്ങൾ ചിലപ്പോൾ ഈ വയനാട്ടിൽ ഇവിടെ വച്ച് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത്. യാക്കോബിന് വേണമെങ്കിൽ അപ്പുറത്ത് പുഴയ്ക്ക് അക്കരെ ഭാര്യയും മക്കളെയും 11 മക്കളെയും കൂട്ടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നു? പുള്ളി മാത്രം എന്താ ഇപ്പുറത്ത് നിന്നത്? ചില സ്ഥലങ്ങളിൽ നിൽക്കുമ്പം നമ്മുടെ മേൽ വരുന്ന ഒരു അനുഗ്രഹമുണ്ട്. എന്നെ ഞാനാക്കിയത് എൻ്റെ കഴിവോ യോഗ്യതയോ ഒന്നുമല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇവിടെ തൊട്ടടുത്ത പള്ളിയിൽ വികാരിയായിരിക്കുന്ന നോബിളച്ചൻ ഇന്ന് ഈ പ്രസംഗത്തിന് കയറുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഒരു 10 മിനിറ്റ് 10 ദിവസം എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഈ മാസങ്ങൾ വർഷങ്ങൾ ഈ വചനം ഇങ്ങനെ പറയുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമുണ്ട് കേട്ടോ. ആ കൈ എൻ്റെ തലയിലൊന്ന് വെച്ച് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അത് സാരമില്ല, ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് അച്ഛൻ തല കുനിച്ച് തന്ന എൻ്റെ കൈ എടുത്ത് അച്ഛൻ്റെ തലയിൽ വെച്ചു. ആ അനുഗ്രഹമോ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ ദൈവം കൂട്ടിക്കൊണ്ടു വന്നതാ. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അർത്ഥമറിഞ്ഞ് പാടുക. ക്രൂശിന്മേൽ 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 കാണുന്ന ക്രൂശിന്മേൽ കാണുന്ന പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഇത്ര നല്ല സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ. ദൈവമേ നീ ഓർക്കല്ലേ. നിങ്ങളൊരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുമല്ലേ? നിങ്ങളുടെ പാപങ്ങളെല്ലാം ഓർത്ത് ക്ഷമിച്ചൊന്ന് പ്രാർത്ഥിച്ച് അതൊരു വിടുതലിന് കാരണമാകും. കർത്താവേ, ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം ഓർത്ത് അനുദപിച്ചുകൊണ്ട് ഇത് പാടുകയാണ്. അനുദപിച്ചുകൊണ്ട് സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. പാടുമോ? ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ. ദൈവമേ ഓർക്കല്ലേ ഈ മഹാപാപത്തെ. ദൈവമേ ഓർക്കല്ലേ. ഇനിയൊരു തീരുമാനമാ. ദൈവമേ, ദൈവത്തിൻ്റെ പൈതലായി, ദൈവത്തിൻ്റെ ഒരു മകനായി, ദൈവത്തിൻ്റെ ഒരു മകളായി ഞാൻ ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നു. ചെന്ന് പാടുവാണ്. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല. ദൈവത്തിൻ
പൈതലായി ജീവിക്കും ഞാനിനി. പറഞ്ഞേ. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. കരങ്ങൾ അല്പം യാചനാപൂർവ്വം പിടിച്ച് ഇത് പ്രാർത്ഥിക്കുമ്പോൾ സഹനങ്ങൾ, വേദനകൾ, ഒറ്റപ്പെടലുകൾ, പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വരുമ്പോൾ നിനക്ക് 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ അറിയാവോ? 2 മിനിറ്റ് ദൈവത്തെ ആരാധിക്കാൻ അറിയാവോ? ആ സ്ഥലത്തു നിന്ന് മാറി ഒരു ദൈവവചനവുമായി അപ്പുറത്തേക്ക് മാറിയിരുന്ന് ഒരു 5 മിനിറ്റ് വേദപുസ്തകം സ്വസ്ഥമായിട്ടൊന്ന് വായിക്കാൻ അറിയാവോ? അത് മതി പ്രതിസന്ധികൾക്ക് പരിഹാരമായി. അത് മതി ദൈവം നിന്റെ കരം പിടിച്ച് നിന്നെ മുന്നോട്ട് നയിക്കാൻ. അതുകൊണ്ടാ പറയുന്നത്, ശത്രുത്വം വർദ്ധിച്ച പീഡകൾ കൂടിയാൽ. പാടുമോ? ശത്രുത്വം വർദ്ധിച്ച പീഡകൾ കൂടിയാൽ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ചേർന്ന് പാടിയേ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ച് ശബ്ദം ഉയർത്തി ഒന്നെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ജീസസ്. ക്രൂശിന്മേൽ കാണുന്നു പ്രാണനാഥൻ എൻ പേർക്കായി ജീവൻ വെടിയുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഇതൊരു അനുഗ്രഹമാണ്. പ്രാർത്ഥിച്ച സ്ഥലത്ത് വച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന സ്ഥലമാണ്, സമയമാണ്. ഈ മിനിറ്റ്, ഈ 11 മണി, ഈ 12 മണി, ഇന്നത്തെ 10 മണി, ഇന്നത്തെ 8 മണിയൊക്കെ, ഇന്നത്തെ 1 മണിയൊക്കെ, ഇന്നത്തെ 2 മണി വരെയുള്ള സമയമൊക്കെ ഒരു അനുഗ്രഹമാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.